ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൻ്റെ 3-ാം ഭാഗമായിരിക്കും പ്രതിപാദിക്കുന്നത്. ഇസ്രയേലും ഒലിവുമലയുടെ താഴ്വര എന്ന ഒരു ഭാഗമായിരിക്കും ഈ രാത്രി നാം ചിന്തിക്കുന്നത്. അതിനാസ്പദമായി 12 വാക്യങ്ങളായിരിക്കും വായിക്കുന്നത്. 7 വാക്യങ്ങൾ കഴിയുമ്പോൾ ഇടവേളയിലേക്ക് പോവും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു നന്മ കൊടുക്കും. അതിനുശേഷം 5 വാക്യങ്ങൾ കൂടി വായിക്കുമ്പോഴായിരിക്കും യോഗ അവസാനിക്കുന്നത്. ഇന്നലെ 9:35 അതിന് തൊട്ട് മുമ്പ് അതോടനുബന്ധിച്ച് തന്നെ നാളെ നമുക്ക് യോഗമില്ല. അതുകൊണ്ട് അവസാനം നിങ്ങൾക്ക് പോകാനുള്ള വീടും ശൂന്യാകാശത്തിലെ കമ്പാർട്ട്മെൻറ്റും പറയുമ്പോഴായിരിക്കും യോഗ അവസാനിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ മടങ്ങി പോകാത്തത് കൊണ്ടും അതോടൊപ്പം ഇന്ന് രാത്രി ആരെങ്കിലും രോഗികളായി നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ യോഗത്തിൻ്റെ അവസാനമല്ല, ആശീർവാദം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ വന്നാൽ ഞങ്ങളുടെ ദൈവമക്കളുടെ കടമയാണ് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിച്ച ഈ രാത്രി ആർക്കെങ്കിലും ഒരു രോഗോപഹാരമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രാത്രി മടങ്ങി പോകാത്തത് കൊണ്ട് നാളെ മുതൽ തിങ്കൾ ചൊവ്വ ബുധൻ വെണ്ണിയൂർ കൺവെൻഷന്, വ്യാഴവും വെള്ളിയും ശനിയും വിഴവൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് കൺവെൻഷന്, ഞായറാഴ്ച രാത്രി ബാർട്ടൺ ഹിൽ കൺവെൻഷൻ കഴിയുമ്പോഴാണ് ഒരവധി വരുന്നത്. പ്രതിനറിയാം, കേരളത്തിലെ എല്ലാ സ്ഥലത്തും അപ്പോൾ തമിഴ്നാട്ടിലും പല ഡിസ്ട്രിക്റ്റുകളിലും പ്രസംഗിക്കുന്നത് കൊണ്ട് ശാരീരികമായി എനിക്ക് വളരെ ക്ലേശമുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചപ്പോൾ മോൻ സാക്ഷിയാണ്, ഞാൻ ബ്ലഡ് ഡൊമറ്റ് ചെയ്തു. കഴിഞ്ഞ വർഷങ്ങളിൽ ഡോക്ടർമാർ പറഞ്ഞു പക്ഷെ സൂക്ഷിക്കണം. കുറേ ദിവസം ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവർ അഡ്മിറ്റ് ചെയ്യും, മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അതങ്ങനെയാണെങ്കിൽ കൺവെൻഷൻ ക്യാൻസലാവും. അതുകൊണ്ടാണ് പോകാത്തത്. തീരെ വയ്യ. എങ്കിലും ബഹുമാനപ്പെട്ട കർത്തൃദാസൻ സ്റ്റാൻലി പാസ്റ്റർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ഓരോ ദിനവും സ്റ്റേജിൽ നിൽക്കുന്നത് കുറേ ഫ്രൂട്ട് സലാഡോ അല്ലെങ്കിൽ കുറേ ചിക്കൻ കാല് കടിച്ചത് കൊണ്ടല്ല, നിങ്ങളെപ്പോലെയുള്ള 7 മക്കളുടെ പ്രാർത്ഥനയാണ്. ഞങ്ങളെപ്പോലെയുള്ളവർ ഒരു ദിവസം 2 മണിക്കൂറൊക്കെയും പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥനയിൽ എളിയവരായ എന്നെ മാത്രമല്ല സുവിശേഷകരെ എല്ലാം ഓർക്കണമേ എന്ന് ഒരിക്കൽ കൂടി താഴ്മയോട് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മളോടൊപ്പമായിരുന്ന ചാക്കോ വർഗീസ് പാസ്റ്ററിനോട് ഇന്നലെ പറഞ്ഞു. അവർക്ക് സെൻറ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യമുണ്ട്. ആ ദൈവദാസൻ എൻ്റെ വളരെ സ്നേഹിതനാണ്. സദേണേജിയുടെ സൂപ്രണ്ടായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൽ അനുഗ്രഹീത കർത്തൃദാസനും 7 വർഷങ്ങളായി ഞങ്ങളുടെ കർത്തൃവേലയിലായിരിക്കുന്ന എൻ പീറ്റർ പാസ്റ്റർ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും ഇന്ന് രാത്രി നന്ദി രേഖപ്പെടുത്തുന്നു. വെസ്റ്റ് സെക്ഷൻ്റെ പ്രസ്ബിറ്ററായി കർത്താവിൻ വേലയിലായിരിക്കുന്ന ജ്ഞാനസെൽവം പാസ്റ്റർ, അദ്ദേഹം എൻ്റെ വളരെ സ്നേഹിതനാണ്. അദ്ദേഹത്തെയും ഓർക്കുന്നു. വെസ്റ്റിലെ അനേക ദൈവദാസന്മാർ, അതുപോലെ തന്നെ സദേണേജിയിലെ അനേക കർത്താവിൻ്റെ വേലക്കാർ എൻ്റെ നല്ല സ്നേഹിതരും നല്ല സുഹൃത്തുക്കളുമായിരുന്നു. അകാലത്തിൽ ഞങ്ങളെ വിട്ടുപോയൊരു കർത്തൃദാസനുണ്ട്, വാത്സല്യ വിജയൻ പാസ്റ്റർ. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കുഞ്ഞുങ്ങളെ കാണുകയും കുടുംബത്തിൻ്റെ കാര്യമെല്ലാം ചോദിക്കുകയും ചെയ്തു. ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും കൈതക്കുടി സഭയിൽ രാവിലെ പോയി അവരെ ആശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ കോട്ടയത്തെ കൺവെൻഷന് മടങ്ങിപ്പോയത്. സദേണേജിയിലെ മിക്ക കർത്താവിൻ്റെ ദാസന്മാരും എൻ്റെ സുഹൃത്തുക്കളാണ്. എല്ലാവരെയും ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. 2ാമത് രാത്രിയിൽ ഇവിടെ വരുമ്പോൾ ഒരു കാര്യം കൂടെ മറന്നുപോയി. 10 ആണ്ടുകൾക്ക് മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ അമ്പനാവിള FGACയിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ തോമസ് സാറിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളുമൊക്കെയും വന്ന് എന്നെ കാണുവാനിടയായി. സ്തോത്രം. ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ വളരെ സ്നേഹിതരാണ്. തോമസ് സാറ് ഞാനായിരിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ കട്ടൻ ചായ തന്നതാണ്. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ വന്നപ്പം യേശുദാസ് പാസ്റ്റർ ഭവനത്തിൽ കർത്തൃദാസി ഫ്ലാസ്കിനകത്ത് ചായ ഇട്ടുകൊണ്ടത് പാസ്റ്റർ ഇഷ്ടം പോലെ കുടിച്ച് പ്രസംഗിച്ചോളാം, മനസ്സിലാകുന്നവർക്കായി. പണമല്ലല്ലോ വലുത്. ചായയും വെള്ളവും തന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാനത് മറന്നുപോയി. പല വർഷങ്ങളായി ഞാനിവിടെ അമ്പനാവിളി വന്നപ്പോൾ തോമസ് സാറിൻ്റെ ഭവനത്തിലാണ് താമസം. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളെ കാണുവാനിടയായി. നമ്മൾ ഏത് സ്ഥാനത്ത് ചെന്നാലും ദൈവ കുഞ്ഞുങ്ങൾ, എൻ്റെ സഹപ്രവർത്തകർ ഇവിടെ ഇരിക്കുന്നു, കർത്താവിൻ്റെ വേലക്കാർ ഇവിടെ ഇരിക്കുന്നു. മക്കളെ, നമ്മൾ ഏത് വലിയ നിലയിൽ ചെന്നാലും, ഏത് വലിയ സ്റ്റേജ് കിട്ടിയാലും, ഏത് വെളിരാജ്യത്തെ കോൺഫറൻസിൽ പ്രസംഗിച്ചാലും നമ്മളെ ആത്മീയത്തിൽ വഴി നടത്തിയവരെ നിങ്ങൾ മറക്കരുത്. ഒരു ഗ്ലാസ് വെള്ളം തന്നവരെ പോലെ നിങ്ങൾ മറക്കരുത്. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. 2ാമത് രാത്രി നെൽസെയ്തി കൂട്ടങ്ങളുടെ 2ാമത് ഇരവ്. ഇന്നലെ രാത്രി നാം വിശുദ്ധ വചനത്തിൽ കൂടി ചിന്തിച്ചത് സെഖര്യാ പ്രവചനം 12:2-3. ശ്രദ്ധയോട്, അന്നാളിൽ ജെറുസലേമിനെ ഞാനൊരു പരിഭ്രമപാത്രമാക്കും, അതൊരു ഭാരമുള്ള കല്ലായി മാറും. ഭൂമിയിലെ സകല ജാതികളും വിരോധമായി കൂടി വരും, അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. 3 ഭാഗം ഇന്നലെ ചിന്തിച്ചു. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, ട്രംപ് ഭാരമുള്ള കല്ലാക്കി. ഇനി വരാൻ പോകുന്ന സംഭവം, അതിനെതിരെ
നിനക്കെതിരായി ജാതികൾ വിരോധമായി കൂടി വരും. ആ ഭാഗം ഇന്നലെ ആമോസ് 1:6-7. ഗസയുടെ മതിലകത്ത് ഞാനൊരു തീ അയക്കും. ഗാസ ഇസ്രയേൽ ഏദോമിലെ വീരന്മാര് ബന്ദികളായി ഇസ്രായേൽ മക്കള് ഹമാസ് തട്ടിക്കൊണ്ടു പോകുമെന്നും ഒരു അന്തിമ ദിനത്തിലേക്ക് അത് വരുമെന്നും ആമോസ് 1:6-7. യിരെമ്യാ പ്രവചനം 47:5-6. ഗാസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. ഹമാസിന്റെ ലീഡർമാരെ മുഴുവൻ ഇസ്രായേൽ കൊല്ലും. ഇസ്മായിൽ, ഹനിയ, യാഹിയ, സിൻവർ. അത് കഴിഞ്ഞ് സക്കരിയ പ്രവചനം 9:5-6. ഇന്നലെ പറഞ്ഞു ആഷ്കലോൻ ശൂന്യമാകും, അഷ്തോദിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെ ഛേദിച്ചു കളയും. ഇസ്രായേലിന്റെ 400-ൽ പരം പട്ടാളക്കാർ ഒക്ടോബർ 7 അറ്റാക്കിൽ മരിച്ചു. ബൈബിളും പ്രവചനവും. അത് കഴിഞ്ഞ് സെഫന്യാവ് 2:4-5-6. കുഞ്ഞിന്നലെ വായിച്ചു. വീണ്ടും ഗാസയിൽ ഏറ്റവും നിർണായകമായ ചലനങ്ങളുണ്ടാകും. ഗാസ നിർജ്ജനമാകും. ജനം കരഞ്ഞുകൊണ്ട് ഓടും. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ട്രക്കിന് കാത്തിരിക്കും. ഇതെല്ലാം ബൈബിളിൻ്റെ പ്രവചനങ്ങൾ. ഗാസ ഇസ്രായേൽ അത് നടക്കുമ്പോൾ തന്നെ ഇസ്രായേൽ വീണ്ടും സിറിയയെ ആക്രമിക്കുന്നു. അതോടൊപ്പം യമനെയും. ഇന്നലെ മോൻ വായിച്ചു യെശയ്യാ പ്രവചനം 17:1-2. ഞാൻ ദമ്മശേക്കിൻ്റെ മതിലുകളെ ഇടിക്കും, അഥവാ സിറിയയെ കത്തിക്കും, അതിൻ്റെ അരമനകളെ കൂമ്പാരമായി കൂട്ടും. അതിനോടൊപ്പം സൗദി അറേബ്യയിലെ തീരത്ത് കിടക്കുന്ന യമൻ, അതിൻ്റെ തുറമുഖം അൽ ഖുദൈബ തുറമുഖം, അതാ പഴയ നിയമ അരോവർ പട്ടണങ്ങൾ തീക്കിരയാക്കും. അത് നടക്കുമ്പോൾ തന്നെ വീണ്ടും അടുത്ത കാര്യം, ലെബനോനെ ഇസ്രായേൽ ആക്രമിക്കും. സക്കരിയ പ്രവചനം 11:1-2. ഇന്നലെ രാത്രി ലെബനോനെ നിന്റെ ദേവദാരുക്കൾ വീണുപോയി, ദുർഗവനം കത്തിപ്പോയി, ലെബനോനിലെ നേതാക്കളെ കൊല്ലുമെന്നും സരളവൃക്ഷം കരയുമെന്നും ജനം ജീവനം കൊണ്ട് ഓടിപ്പോകുന്ന കാഴ്ച ഞങ്ങളുടെ ടെലിവിഷനിൽ കണ്ടു. ഇസ്രായേൽ, ലെബനോൻ. അത് കഴിഞ്ഞ് ടെമന്റെ കാര്യം വീണ്ടും എഴുതിയിട്ടുണ്ട്. ആമോസിന്റെ പ്രവചനം 1:12. തേമാനിൽ ഞാനൊരു തീ അയക്കും. തേമാന ഇന്നത്തെ യമൻ. നമ്മുടെ അരുമயான യോഗക്കൂട്ടം നടക്കുമ്പോഴും ഇസ്രായേൽ യമനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അന്തിമദിനം. അതിനോടനുബന്ധിച്ച് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വരവുണ്ടാകണം. അതിനാസ്പദമായി ആമോസ് 1:15. ഇന്നത്തെ സിറിയയിലെ ഭരണാധികാരിയായിരുന്ന ബാഷർ റഷ്യയിലേക്ക് ഓടിപ്പോയി. നിന്റെ നേതാവ് പ്രവാസത്തിലേക്ക് പോകുമെന്ന് സിറിയയോടുള്ള അരുളപ്പാടാണ്. അതിന് പകരമായി ഒരു പുതിയ വിമത നേതാവ് വന്നപ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് മിസ്റ്റർ ട്രംപ് ഇന്ന് യമനിൻ്റെ സിറിയയുടെ ആ പുതിയ നേതാവിനെ കരം കൊടുക്കുന്നു. എന്നിട്ട് സിറിയക്കെതിരെയുള്ള ഉപരോധം പിൻവലിക്കുന്നു. എന്തിനു വേണ്ടി അമേരിക്ക സിറിയയ്ക്ക് കൈ കൊടുക്കുന്നു? വരാൻ പോകുന്നു ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു സിറിയയിൽ നിന്ന്. അതാ ബൈബിളിൻ്റെ പ്രവചനം. ഉൽപ്പത്തി 49:17. താൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും. ട്രംപ് സിറിയയ്ക്ക് കൈ കൊടുക്കണമെങ്കിൽ 2 കാര്യം. വരാൻ പോകുന്ന ഒരു ലോകമഹായുദ്ധം, യഹൂദൻ ഒരാലയം. ഇടവേളയിലേക്ക് പോകുന്നതിന് ഇന്നലെ രാത്രി അത് രണ്ടും ഇവിടെ നടക്കുന്നതിന് മുമ്പ് രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരുമെന്ന് താഴ്മയോട്. അതിനനുബന്ധിച്ച് 3ാമതൊരു ലോകമഹായുദ്ധം നടക്കണമെങ്കിൽ ഒരു റോഡ് റെഡിയാകണം. ആ റോഡിൻ്റെ പേര് ചൈനയുടെ സിൽക്ക് പാത. യെശയ്യാ പ്രവചനം 49:12. ദാ ഇവർ വരുന്നു, വടക്ക് നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഈ ഒരു കൂട്ടം വരുന്നു. അവർ സിനീം ദേശം, അതാ ചൈനയുടെ സിൽക്ക് പാത, തൊട്ടടുത്ത് കുമരി മാവട്ടം. അവിടെ നിന്ന് ആ പാത തുടങ്ങിയാൽ കാശ്മീർ എത്തും. കാശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ, പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡർ ഇറാൻ കഴിഞ്ഞാൽ ഇറാഖ്, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ആ നദി കടന്നാൽ സിറിയ വഴി ഇസ്രയേലിലെത്താം. അതാ ഇന്നത്തെ ഇവിടുത്തെ നാഷണൽ ഹൈവേകൾ മുഴുവൻ വലുതാകുന്നു ഒരു അന്തിമ യുദ്ധത്തിന് വേണ്ടി. അതിൽ കൂടി യാത്ര ചെയ്തു. തുടക്കം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി കുമരി മാവട്ടം തുടങ്ങി കാശ്മീർ വരെ ഭാരത് ജോഡോ, അതുപോലൊരു ട്രയൽ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അന്തിമജനം മാർച്ച് ഭാഷയിൽ ഒരു കൂട്ടം. അങ്ങനെയെങ്കിൽ അറബ് ലീഗ് ഒരുമിക്കുമോ? ഇന്നലെ രാത്രി വീണ്ടും കുഞ്ഞു വായിച്ചു യെശയ്യാ പ്രവചനം 19:23-24. അന്ന് അശൂർ മിസ്രൈമ്യരോട് ആരാധന കഴിക്കും. അറബ് ലീഗ് ഒരുമിക്കും. അശൂർ സിറിയ, മിസ്രൈം, ഈജിപ്റ്റ്. അതാ GCC, അറബ് ലീഗ് 57 രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് അവസാനിക്കും. അക്കാലത്ത് ഇസ്രയേൽ ഭൂമിയുടെ മധ്യേ ഒരനുഗ്രഹമായിരിക്കും. അവനില്ലാതെ ലോകമില്ല. ഇന്നത്തെ മൈക്രോസോഫ്റ്റ്, ഇന്റൽ, അതുപോലെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ എല്ലാം ഇസ്രയേലിൻ്റെ കയ്യിലായിരിക്കുന്നത്. അവനൊരു പീസ് ഊരിയാൽ കളിക്കാവിള നിങ്ങളുടെ ATM-ൽ നിന്ന് ഒരു മണ്ണാങ്കട്ടയും കിട്ടത്തില്ല. സ്വോത്രം. അതുകൊണ്ട് ലോകം അവനെ പേടിക്കുന്നു. അന്ത്യകാലമാണ്. അത്തി തളർത്തു കുമ്പിളതായി. തിരുവനന്തപുരം എയർപോർട്ടിനകത്ത് ഇറങ്ങുന്ന വിമാനങ്ങളുടെ റൺവേയുടെ ലാൻഡിംഗ് സിസ്റ്റം ഇസ്രയേലിൻ്റെ ഏറ്റവും നിർണായകമായ റഡാറുകൾ. പാങ്ങോടിരിക്കുന്ന തോക്ക് ഇസ്രയേലിൻ്റെ തോക്ക്. പാകിസ്ഥാൻ്റെ മണ്ടക്കടിച്ച ബരാക്ക് മിസൈൽ അതും ഇസ്രയേലിൻ്റെ. പാകിസ്ഥാൻ്റെ
റാവൽപിണ്ടിയിലും കറാച്ചിയിലും ഇറക്കിയ ഡ്രോണിൻ്റെ പേര് ഹേരോദ. ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോണ. എവിടെ ചെന്നാലും ആക്രമണം പൂർത്തിയാക്കും. അങ്ങനെയെങ്കിൽ ഇസ്രയേൽ ഇല്ലാതെ ലോകമില്ല. അതിൻ്റെ പേര് അത്തിതളിർത്തു കൊമ്പിളതായി. അത് കഴിഞ്ഞ് അറബ് രാജ്യങ്ങൾ മുഴുവൻ അവന് കൈ കൊടുക്കുന്നു. എമിറേറ്റ്സ് വിമാനം ടെല്ലവീവിലേക്ക്, അതുപോലെ ഗൾഫ് എയർ ടെല്ലവീവിലേക്ക്, ഇത്യാദി ടെല്ലവീവിലേക്ക്. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാറും അമിത്ഷായും ജയശങ്കറും അജിത് ഡോവലുമെല്ലാം ഇസ്രയേലിന് കരം കൊടുക്കുന്നു. ഏതാവശ്യം വന്നാലും ഇന്ത്യ ഇസ്രയേലിനെ സഹായിക്കുന്നു. പകരം നാട്ടുകാർ കേൾക്കാം, ഇവിടുത്തെ കോവിൽ വിളക്കാർ അമ്പനാവിളക്കാർ കേൾക്കട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിൻ്റെ സെക്യൂരിറ്റി വിങ്ങിനകത്ത് പോലും ഇസ്രയേലിൻ്റെ കരമാ. അതുകൊണ്ട് അദ്ദേഹം കാട്ടാക്കടയും വരുന്നു, കന്യാകുമാരിയിലും വരുന്നു, മൊസാദ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അവിടം വരവായി ഇന്ത്യയും ഇസ്രയേലും. അതിനുശേഷം ഈ ഒരു നദി പറ്റിയെങ്കിൽ അക്കരെ കയറാൻ പറ്റൂ. വെളിപ്പാട് 16:12 ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിച്ചു. അപ്പോൾ കിഴക്ക് നിന്ന് കുമരി ബാവട്ടം വഴി, അഫ്ഗാൻ വഴി, പാകിസ്ഥാൻ വഴി, ഇറാൻ വഴി, ഇറാഖ് വഴി വരുന്നവർക്ക് വേണ്ടി അക്കര കയറുവാൻ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റി. നിങ്ങളുടെ മൊബൈലിനകത്തും എല്ലാം റിപ്പോർട്ട് വന്നു. തുർക്കിയിലൊരു ഡാം പണിയുന്നു, അട്ടട്ടാർ. അങ്ങനെയെങ്കിൽ അതിനകത്തുകൂടി മാർച്ച് പാസ്റ്റ് ചെയ്ത് സിറിയ വഴി ഇസ്രയേലിനെ കത്തിക്കുവാൻ ഒരു കൂട്ടം തയ്യാറാകുന്നു. ആ കത്തൽ ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവസഭയെ ചേർക്കാൻ കാന്തൻ വരുമെന്ന് ഇന്നലെ. അതിനവസാനമായി ഇന്നലെ രാത്രി ഒക്ടോബർ 7 ഇസ്രയേലിന് നേരെ ഹമാസ് ആക്രമണം അടിച്ചപ്പോൾ 7 പേരുണ്ട്. 7 രാജ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് ഈ അടി അവസാനിക്കത്തില്ല. അങ്ങനെയെങ്കിൽ എന്താ? ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകരാജ്യങ്ങളിലെ യഹൂദനോട് പറഞ്ഞു, കുഞ്ഞു വായിച്ചു, എസെക്കിയേൽ 36:24, നിങ്ങൾ ചിതറിപ്പോയ ദേശത്തു നിന്നും ലോകരാജ്യങ്ങളിൽ നിന്നും ദയവായി നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾക്ക് നല്ലൊരു ദേശമുണ്ട്, പാലും തേനും എടുക്കുന്ന കനാൻ ദേശം, ഇസ്രായേൽ. കൊച്ചിയിൽ ഒരാൾ, ബാക്കി മണിപ്പൂരിലും ആസാമിൽ നിന്നും എല്ലാം അനവധി പേർ മടങ്ങിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ കൺവെൻഷൻ കൂട്ടങ്ങൾ ഇരിക്കുമ്പോൾ ഇസ്രായേലിലെ സുന്ദരമായ എയർപോർട്ട് ടെല്ലവീവിൽ ഡേവിഡ് ബെൻഗൂറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം. അവിടെ ഒരു കൗണ്ടർ ഒരുങ്ങി. അതിൻ്റെ പേര് റോഷ് ഹോസ് എന്ന യഹൂദൻ്റെ അവസാനത്തെ പെരുന്നാളിന് വേണ്ടി കുഞ്ഞുങ്ങൾ പാടിയതുപോലെ അവസാന ഘോഷണയ്ക്ക് വേണ്ടി. അതോടൊപ്പം ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ താഴ്വര, ഇസ്രായേൽ ചരിത്രം എലാത്ത് വാലി, മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി കേരളക്കാർ ലൈഫ് മിഷൻ വീട് പണിയുന്ന പോലെ ആയിരക്കണക്കിന് വീടുകൾ പണിയുന്നു. എന്തിനു വേണ്ടി യഹൂദൻ മടങ്ങി വരുന്നു? വരാൻ പോകുന്നു 3-ാം ലോകമഹായുദ്ധം. 2 യഹൂദന് വേണ്ടി ഒരു ആലയം പണിയാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രിയും 2ാമത് രാത്രി വചനം കേട്ട കുഞ്ഞുങ്ങളോട് അവിടെ ഒരാലയം ഉയരുന്നതിന് മുൻപ് 1ാമത്തെ ആലയം ഇസ്രായേൽ സമാഗമന കൂടാരം, 2 ശലോമോന്റെ ആലയം, 3ാമത്തെ ആല് കോരശ് പണിഞ്ഞ ആലയം. അത് ആര് കൈലാക്കി? ഹേരോദാവ്. അത് തകർന്നില്ല. ആ ആലയത്തിൽ യേശുവെന്ന് പ്രസംഗിച്ചത് 46 വർഷം ഹേരോദാവ് പണിഞ്ഞ ആലയം പിന്നത്തതിൽ തകർന്നു. ഇന്ന് യഹൂദൻ ഒരു സിനഗോഗില്ല. എന്നാൽ ഇന്ന് രാത്രി എണ്ണവിളയിലും അമ്പനാവിളയിലും ഒരാലയമുണ്ട്. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭയെ ചേർക്കുവാൻ ഈ തലമുറയിൽ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി പഴയ ഉച്ചക്കട എണ്ണവിള ഊരമ്പ് ഒരു രാത്രി കൂടി ദൈവ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായ വിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ്റെ കാകളം ധുനിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവ മക്കൾ ഇന്ന് രാത്രി എണ്ണവിള AG ഗ്രൗണ്ടിൽ ഇരുന്ന് സ്വർഗമുഖത്തേക്ക് നോക്കി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. പെൺകുളം പാവറ എണ്ണവിളി, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറക്കാം. Everyone open your Bible. In this evening we are going Prophecy of Amos chapter 4 verse 11 and 12. In the കരങ്ങളിലിരിക്കുന്ന വേദ അധികാരം ആമോസ് ദീർഘദർശിൻ കടിത അധികാരം 4 വസനത്തെ വാസിക്കരുത്. 11-12 വിശുദ്ധ വേദപുസ്തകത്തിൽ ആമോസിന്റെ പ്രവചനം 4-11-12 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിക്കും. എല്ലാവർക്കും ബൈബിൾ എടുക്കാം. വായിച്ചാട്ട് മുന്നേ. ദൈവം സോദോമിനെയും ഗോമറയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. അടുത്ത വാക്ക്, നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു. ഇസ്രായേൽ രാഷ്ട്രമേ, ലോകരാജ്യങ്ങൾ നിങ്ങളെ പീഡിപ്പിച്ചു. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു. അടുത്ത വാക്ക്, എന്നിട്ടും നിങ്ങൾ
എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. എല്ലാവരും കേട്ടാട്ടെ. ഇത്രയും നീ കണ്ടിട്ട് പോലും സർവശക്തനായ യാഹിലേക്ക് നീ മടങ്ങി വന്നില്ല. മനസ്സിലാകുന്നവർക്ക് എങ്കിലും നീ യഹോവയുടെ വചനത്തിലേക്ക് മടങ്ങി വന്നില്ല. അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇതാ പല പൈത്തോമിന്റെ ഭാഗത്തൊക്കെ TPM-കാര് തൂത്തുപറക്കി കളിക്കാപിള്ളയും അതുപോലെ ചെങ്കപിള്ളയും എല്ലാം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ. വായിച്ചോട്ട് മുന്നേ. ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇത് നമ്മുടെ കൺവെൻഷൻ പോസ്റ്ററിലും ഒക്കെ ഒരുപാടടുത്ത് കാണും. പക്ഷെ ഇസ്രായേലിനോട് എന്താ ചെയ്യാൻ പോകുന്നത് ആരും പ്രഭാഷണം നടത്താറില്ല. ഇതാ കർത്താവിന്റെ വരവ്. ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇസ്രായേലും അന്തിമ ദിനവും ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ നാളെ നമുക്ക് യോഗമില്ല. മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. എവിടെ നാഥന്റെ കരമിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ വിടുതൽ നടന്നിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1 എന്താ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന? യേശു പറഞ്ഞു വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടു പോകുക. 2 വരുമ്പോൾ പെന്തക്കോസ് പെരുന്നാളിൽ 120 പേർ ശഗിയോൻ മാളികേർ മുറിയിൽ ഇരിക്കുമ്പോൾ യോവേലിന്റെ പ്രവചനത്തിന്റെ നിവർത്തി അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങൾ കാണും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ. മേലാകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും. നാഥന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടും. അതിന്റെ പേരാ പരിശുദ്ധാത്മശക്തി. അധ്യായം 3 വരുമ്പോൾ 9 മണി നേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിലേക്ക് ദൈവത്തിന്റെ ഭക്തന്മാർ യാത്രയാകുന്നു. കഴിഞ്ഞ 3.5 വർഷമായി അമ്മയുടെ ഉദരത്തിൽ മുടന്തനായി ഒരുവൻ ഉണ്ടായിരുന്നു. അവനെ പള്ളി പ്രമാണിമാർ കൊണ്ടിരുത്തത്തിൽ അവർക്കറിയാം യേശു ഒരു സൗഖ്യമാകും. ഇവർ വിചാരിച്ചൊരു കാര്യമുണ്ട്. യേശു മരിച്ച അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി. ഇനി അത്ഭുതം നടക്കത്തില്ല. ദൈവദാസന്മാർ അവിടെ ചെന്നപ്പോൾ അവന് വേണ്ടത് സ്വോത്ര കാഴ്ചയാ. അവൻ ചോദിച്ചു എനിക്ക് വല്ലതും തരണേ. ദൈവദാസന്മാർ കരം പിടിച്ചു. കുഞ്ഞിനോട് പറഞ്ഞു മോനെ ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയില്ല, എന്നാൽ ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വലിയ നാമം. അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായവന്റെ കരങ്ങളിലേക്ക് അഭിഷേകത്തിന്റെ കരം വെളിപ്പെട്ടപ്പോൾ അവന്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി. അവന്റെ നരയാണികൾ ഉറയ്ക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി അവൻ തുള്ളിച്ചാടി ദൈവാലയത്തിൽ കടന്നെങ്കിൽ 56ാമത് AG കൺവെൻഷൻ ഇവിടെ മുടങ്ങുമ്പോൾ ഇന്ന് രാത്രി ചില കുരുടായ കണ്ണുകൾ, ഇന്ന് രാത്രി ചില മുടന്തായ കാലുകൾ, ചില പാപത്തിന്റെ കുഷ്ഠങ്ങൾ, ചില മദ്യപാനികൾ ഈ ദിവസങ്ങളിൽ യേശുവിനെ കാണുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങളകത്ത് തിരുക്കരം വെളിപ്പെടുന്നതിനായി നന്ദി. എല്ലാ കണ്ണുകളും മൂടാം. പരലോകത്തിൻ നല്ല ആണ്ടവരെ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. പണ്ടിക കൂട്ടത്തിൻ കടസി നാളിൽ യേശു ചൊല്ലി ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് രാത്രി തിരുവെടുത്ത് ചൊല്ലുന്നത് പോലെ എൻ്റെ അടുക്കൽ വരുന്നവന്റെ അകത്തേക്ക് ഇന്ന് രാത്രി ജീവജല നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി പുറപ്പാടിന്റെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി അത്ഭുത രോഗശാന്തിയുടെ നദി ഒഴുകട്ടെ. ഒരു രാത്രി കൂടി ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് പറയുക. ഇന്ന് രാത്രി വചനവും ആരാധനയും ഇവിടെ പെയ്തിറങ്ങുമ്പോൾ, ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ 56ാമത് കൺവെൻഷനകത്ത് ഇവിടെ വചനം പെയ്തിറങ്ങുമ്പോൾ, ആരാധന വെളിപ്പെടുമ്പോൾ ചില നാളുകൾക്കകം അനേക കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി കരമുയർത്തുക. ഇന്ന് രാത്രി ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. സഭയ മക്കളെ ദൈവം കാക്കണമേ. പഠിക്കുന്ന മക്കളെ കാക്കണമേ. വെളിനാട്ടിൽ വേല ചെയ്യുന്ന മക്കളെ കാക്കണമേ. കൂലിപ്പണിക്കാരെ കാക്കണമേ. ബിസിനസ്സുകാരെ കാക്കണമേ. പഴയ ഉച്ചക്കടയും പിൻകുളയും പാവാറയും ഒക്കെ എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. പ്രിയ പിതാവേ, വേദനയോടെ വന്നവരുടെ വേദനകൾ മാറട്ടെ. ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറട്ടെ. പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. പ്രിയ പിതാവേ, ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഈ രാത്രി ഉയരരുത്. കൽവാറി സിൽവയിലെ ക്രൂശിക്കപ്പെട്ട ആട്ടിൻകുട്ടിയുടെ നാമം ഈ രാത്രിയും ഈ പട്ടണത്തിൽ ഉയരണം. ശബ്ദം വെളിച്ചമെല്ലാം കാക്കണം. ഞങ്ങളുടെ മക്കൾ വീട്ടിലെത്തുന്നത് വരെ ഒരു മഴയും കാറ്റും വരാതെ മഹാദൈവ ഇന്ന് രാത്രി ഞങ്ങളോട് കരുണ കാണിക്കണം. പ്രിയ പിതാവേ, ഞങ്ങൾ കുറവും കുറ്റമുള്ളവരെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് കരയുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവ ഈ രാത്രി കരുണ കാണിക്കണം. എണ്ണവിള AG കർത്തൃദാസ് സഭാമക്കളെല്ലാം ദൈവത്താൽ കാക്കപ്പെടണം. ഒരു രാത്രി കൂടി വചനത്തിന്റെ വാതിലുകൾ തുറക്കണം. ഒരു അന്ത്യകാലത്തിന്റെ ദൂത് പറയുവാൻ എളിമനെ ബലപ്പെടുത്തണം. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ഉത്സാഹത്തോടെ മഹിമ കൊടുക്കാം. സന്തോഷത്തോടെ മഹിമ കൊടുക്കാം. തിരുവചനത്തിലേക്ക് വരുന്നു. ഇന്നലെ രാത്രി പറഞ്ഞതിൻ്റെ ഭാഗം ശ്രദ്ധയോടെ ഇരിക്കട്ടെ. നാം പോകുന്നത് ജെറുസലേമിലേക്കാണ്. ഇന്ന് രാത്രി തിരുവചനത്തിലെ
39 പഴയ നിയമങ്ങൾ, പുതിയ നിയമങ്ങൾ 27 ഭാഗമാണ്. പഴയ നിയമങ്ങളിൽ 17 പ്രവചനങ്ങളുണ്ട്. ഒരു രാത്രി കൂടി എസെക്കിയേലും യിരെമ്യാവും യെശയ്യാവും മേജർ പ്രവചനങ്ങൾ. മധ്യകാല ഇടപ്രവചനങ്ങൾ എന്ന് പഠിതാക്കൾ പറയുന്ന 4 പ്രവചനങ്ങൾ: 1 ആമോസ്, 2 ദാനിയേൽ, 3 സെഖര്യാവ്, 4 ഹോശയ്യ. അതിനുശേഷം ഏറ്റവും ചെറിയ പ്രവചനങ്ങളുണ്ട്. ഹബക്കൂക്കുണ്ട്, മലാഖിയുണ്ട്, യോവേലുണ്ട്, മീഖായുണ്ട്, നഹൂമുണ്ട്. ഇന്ന് രാത്രി കുഞ്ഞ് വായിച്ചത് ആമോസിന്റെ പ്രവചനം. ആമോസിന്റെ പ്രവചനം ബൈബിളിലെ 30ാമത്തെ പുസ്തകമാണ്. 146 വാക്യങ്ങൾ ആമോസിന്റെ പ്രവചനം. തെക്കോവയിലെ ആട്ടിടയന്മാരിൽ ഒരുവനായ ആമോസ് ഇസ്രയേലിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആമോസിന്റെ പ്രവചനം. 9 അധ്യായങ്ങൾ 146 വാക്യങ്ങൾ തുടങ്ങുമ്പോൾ 1-ാമത്തെ അധ്യായം ഇസ്രയേലിന്റെ നിലവിളിയ, 2 മോവാബിന്റെ നിലവിളിയ, 3 അകൃത്യം നിറഞ്ഞ ഇസ്രയേൽ, 4 കരയുന്ന ഇസ്രയേലിനോട് സ്വർഗം പറയുന്നു, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, 5 ഇസ്രയേലിന് വെട്ടുക്കിളി വെട്ടുന്നു, 6 അതിനെ പച്ചപ്പുഴു നക്കുന്നു, 7 ഇസ്രയേലിനകത്ത് വീണ്ടും കോപം വരുന്നു, അവരുടെ നിലവിളിയുടെ ചാലുകൾ. 8-ാം അധ്യായം നിർണായകമായിരിക്കുന്നു. ഒരു കുട്ട പഴത്തിന്റെ ദർശനം, മടങ്ങിപ്പോയി ഇസ്രയേൽ മടങ്ങി വരും. അതിന് ആമോസ് 8 പറയുന്നു, എന്താ ഇസ്രയേൽ ജനത്തെ ഞങ്ങൾ മടക്കിക്കൊണ്ടുവരും. ആമോസിൽ കൂടി അധ്യായം 9 ഏറ്റവും വലിയ നിർണായകം ഇന്ന് ഉലകത്തിലെ സംഭവങ്ങൾ. ആമോസ് 9:9 ഇങ്ങനെ ഒരു കാര്യം പറയുന്നു: അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഇസ്രായേൽ മക്കളെ ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഞാൻ അരിക്കും, ഒരു മണി പോലെ ശേഷിക്കാതെ അവരെ മടക്കിക്കൊണ്ട് വരും. അതാ അന്ത്യകാല പ്രഭാഷം. അതിനാസ്പദമായി ഇന്ന് കുഞ്ഞു വായിച്ചത് സമാധാനത്തോട് ഇന്നലെ പോയതുപോലെ വിരാലി വിമല സ്കൂളിൽ ഇരിക്കുന്നത് പോലെ ഇന്ന് പകലും രാത്രിയും പോകത്തോളൂ. വളരെ വേഗത കുറഞ്ഞു. അതാ 4:11-12 ഇസ്രായേലിനോട് സ്വർഗം പറയുന്നു. എന്താ ഇസ്രായേൽ പറയുന്നത്? സോദോമിന്റെയും ഗോമോറയുടെയും മേൽ ഒരു ഉന്മൂലനാശം വരുത്തിയതുപോലെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ഒരു ഉന്മൂലനാശം വരുത്തി. അതാ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അതിനാസ്പദമായി ലോകത്തിന്റെ 111 രാജ്യങ്ങളാണ് ഇസ്രയേൽ ചിതറിയത്. അത് അവരുടെ ശാപം. തീ കത്തുന്നതിനകത്തുനിന്ന് ഒരു കൊള്ളി വലിച്ചെടുക്കപ്പെട്ടതുപോലെ ഞാൻ നിങ്ങളെ മടക്കി വരുത്തി. ഇന്നലത്തെ പ്രസംഗം ലൈവിലുണ്ട്. 1948 മെയ് 14 അവർ മടങ്ങി വന്നു. എങ്കിലും അവർ എൻ്റെ വാക്കനുസരിച്ചില്ല. ഇവന് പണ്ടേ വാക്കനുസരിക്കാത്തത് എന്ന് ബാക്കി പ്രസംഗിക്കാം. അങ്ങനെയെങ്കിൽ വാക്കനുസരിക്കാത്ത നിന്നെ ഞാൻ ന്യായം വിധിക്കും. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. യഹൂദനോട് സ്വർഗം എന്ത് ചെയ്യാൻ പോകുന്നു? വരാൻ പോകുന്ന 3-ാം ലോക മഹായുദ്ധം. അതിനാസ്പദമായി നമ്മുടെ കൺവെൻഷൻ നോട്ടീസ് കർത്തൃദാസൻ അടിക്കുമ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ് സൗദി രാജാവിനെ കൊണ്ടൊരു കാര്യം പറഞ്ഞു: റഷ്യ ഉക്രൈൻ നിർത്താം. അതിനിടയ്ക്ക് അതിനാസ്പദമായി ആദ്യം വിട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് സൗദിയിൽ പോയത്. സൗദി രാജാവിനോട് പറഞ്ഞ് ചർച്ച ചെയ്യാൻ, തുർക്കി വെച്ച് ചർച്ച ചെയ്യാം. ആ റഷ്യ ഉക്രൈൻ തീരത്തില്ല. എന്തുകൊണ്ട് റഷ്യ ഉക്രൈൻ തീരത്തില്ല? അല്ലെങ്കിൽ ഈ ഉക്രൈൻ എന്തുകൊണ്ട് വെടിനിർത്തലിന് തയ്യാറാകത്തില്ല? മനസ്സിലാകാം. ഉക്രൈൻ്റെ പ്രസിഡന്റിന്റെ പേരാ വ്ളാഡിമിർ സെലൻസ്കി. അവൻ്റെ പിൻപിൽ ഒരുവനുണ്ട്. അവൻ്റെ പേരാ യഹൂദനായ എലോൺ മസ്ക്. 2 അവൻ്റെ പിൻപിൽ ഇസ്രായേൽ രാജ്യവുമുണ്ട്. അതുകൊണ്ട് ഒരു കൊച്ചു സ്റ്റേറ്റ് ലോകത്തിലെ 2-ാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ റഷ്യയോട് അടിച്ചു നിൽക്കുന്നത്. അതിനാസ്പദമായി ഇവൻ്റെ നേതാവ് കൊല്ലപ്പെടുമെന്ന് പോലും എനിക്ക് സംശയം. അതൊക്കെ അവനെ തീർത്തിട്ടേ മിക്കവാറും ഇവന്മാർ ഉക്രൈൻ പിന്മാറത്തുള്ളൂ. ബൈബിളിനകത്ത് നല്ലൊരു കഥയുണ്ട്, എല്ലാവർക്കും അറിയാം. യഹൂദനാര്? പണ്ട് അഹശ്വേരോശ് രാജാവ്. ആ പുസ്തകത്തിൻ്റെ പേരായി എസ്തേറിൻ്റെ പുസ്തകം. എല്ലാവർക്കും അറിയാം. ബൈബിളിലേക്ക് ഞാൻ കടക്കാൻ പോവാം. എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത, അഹശ്വേരോശ് രാജാവ് നല്ലൊരു കൊട്ടാരമുണ്ടായിരുന്നു. അവിടെ മോർദെഖായി എന്ന് പറയുന്ന ഒരു പരസ്യക്കാരനുണ്ടായിരുന്നു. മനസ്സിലാകുന്നവർക്കായി അവൻ ഊരമ്പലും ചെങ്കവിളയിലും 1000 ചൂടാലും പാലവിളയെല്ലാം പരസ്യവും കൊടുക്കുന്നത്. രാവിലെ നമ്മുടെ കൊട്ടാരത്തിൽ ഒരു അഡീഷണൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. അവൻ്റെ പേരാ ഹാമാൻ. അവനിങ്ങനെ കിയാ കാരണകത്ത് വരുമ്പോൾ ഇവൻ്റെ പാട്ട് യേശു വരാൻ കാലമായി, യേശു വരാൻ കാലമായി. ഈ മോർദെഖായിയുടെ പാട്ടാർക്ക് ഹാമാൻ ഇഷ്ടപ്പെട്ടില്ല. ഹാമാൻ വന്ന് അഹശ്വേരോശ് രാജാവിനോട് പറഞ്ഞത്: സാറേ, യഹൂദന്മാർ ഇവിടെ കണ്ടമാനമുണ്ട്, ഇവരിങ്ങനെ വളർന്നാൽ സാറിൻ്റെ കാര്യം കൈകാര്യം ചെയ്യും. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ ലോക്ക്ഡൗൺ ആയി. അപ്പോൾ നമ്മുടെ ചെങ്കപ്പിള്ള ചായക്കടയുടെ മുമ്പിൽ കൊട്ടാരത്തിൻ്റെ പാതയ്ക്ക് പരസ്യവും നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം നടന്നു. രാജാവിനെ കൊല്ലാൻ 2 പേര് പദ്ധതി വെച്ചു. ആരാ? ബിഗ്ദ്വാനും തേരശും. ഇതെങ്ങനെയോ മോർദെഖായിക്ക് വാട്സപ്പിൽ കിട്ടി. അപ്പം കൊട്ടാരത്തിൽ വസ്തി പോയി. എസ്തേർ എന്ന് പറയുന്ന ചിറ്റപ്പൻ്റെ മകൾ അവിടെ ഉണ്ട്. പെട്ടെന്ന് മോർദെഖായി വാട്സപ്പിൽ ഒരു മെസ്സേജ് കൊടുത്ത്: കുഞ്ഞെ, രാജാവിനോട് പറയണം 2 അവന്മാർ പദ്ധതി ശരിയാക്കുക, നിന്നെ റെഡിയാക്കുമെന്ന്. സ്വോത്രം. രാജാവിനെ റെഡിയാക്കുമെന്നും. എസ്തേർ ചെന്ന് രാജാവിനോട് കാര്യം പറഞ്ഞു.
രാജാവ് അന്ന് കോവിഡ് കാലത്ത് കിറ്റ് കൊടുക്കുന്ന തിരക്കിലായിപ്പോയി. ഇത് അറിയിച്ചത് മോർദെഖായി ആണെന്നും പറഞ്ഞ് എഴുതി വെച്ചു. മോർദെഖായിക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല. ബിഗ്ദ്വാനും തേരശനെ കൈകാര്യം ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ ഹാമാൻ ചെന്ന് രാജാവിനോട് പറഞ്ഞ് അവർ വലിയ കുഴപ്പമുണ്ടാക്കുന്നു, ഇവിടെ പട്ടണം മുഴുവൻ പിടിച്ചടക്ക്. ഉണ്ട് പാറശാല ടൗണിനകത്ത് ആര് മോർദെഖായിയെ തൂക്കാൻ ആര് കൽപ്പന കൊടുത്തു? രാജാവ് കൽപ്പന കൊടുത്തു. ഹാമാന് ഭയങ്കര സന്തോഷം. കളിക്കാവിളയും കുന്നത്തുകാലിലും കാരക്കോണത്തും ഊരമ്പിലും എല്ലാം വലിയ പോസ്റ്റർ, മോർദെഖായിയെ ഞാൻ തൂക്കും, പട്ടും വളയും മേടിക്കും. മനസ്സിലാകുന്നവർക്കായി ഉച്ചയ്ക്ക് വീട്ടിൽ കൊട്ടാരത്തിൽ നിന്ന് ആര് വരും? ഹാമാൻ വരും. ഹാമാന്റെ ഭാര്യ നല്ലൊരു സഹോദരിയ സേരസ്. അവളെ വാട്സപ്പിൽ കഴിമരം കാണിച്ചിട്ട് പറഞ്ഞു, ഇവനെ ഞാൻ തട്ടും, പട്ടും വളയും മേടിക്കും. സ്വോത്രം. ആ സഹോദരി നല്ല അരുമയാണ് സഹോദരി. ആ സിസ്റ്റർ പറഞ്ഞു, അയ്യാ ചേട്ടാ, ആവശ്യമില്ലാത്ത മണിക്ക് നിൽക്കല്. അദ്ദേഹം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നല്ല ഉപദേശിയ പൊട്ടത്തമ്പേറെടുത്ത് നീ കുഴപ്പമായി പോകും. മനസ്സിലാകുന്നവർക്ക് ആ സ്വോത്രം. ഇന്ന് രാത്രി ഇവിടെ സഹോദരന്മാരിപ്പുണ്ട്. ചില വാക്ക് ഭാര്യമാരുടെ കേട്ടാൽ നമ്മൾ ചക്ക കുടയുന്ന പോലെ കുടയത്തില്ല. മനസ്സിലാകുന്നവർക്കായി. അതുപോലെ ചേട്ടന്മാരോട് പറയും, എല്ലാ വാക്കും കേൾക്കാൻ പോകരുതേ. അങ്ങനെ കേട്ട ഒരുവനുണ്ട്, സിനിമാ നടൻ ദിലീപ്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാണ് ചക്ക കുടയുന്ന പോലെ കുടയുന്ന സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ ആ സഹോദരി പറഞ്ഞ് പേപ്പറിലെ മാറ്റാൻ. അങ്ങനെ ഇരുന്നപ്പോൾ യഹൂദൻ നിലവിളിക്കുവാൻ തുടങ്ങി. എന്താ? ശൂശൻ രാജധാനി ഇളകാൻ തുടങ്ങി. എല്ലാവരും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നിവർത്തിച്ചപ്പോൾ കൊട്ടാരത്തിനകത്ത് എസ്തേർ ഉണ്ടായിരുന്നു. എസ്തേർ വിളിച്ചിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവ് താങ്കൾ എന്താ കാണിച്ചതെന്നറിയാമോ? താങ്കളെ തട്ടാൻ രണ്ടുപേര് വന്നപ്പോൾ വഴിയരികിൽ നിന്ന് മോർദെഖായി പറഞ്ഞിട്ട് താങ്കൾ രക്ഷപ്പെട്ടത് ഒരു കിറ്റെങ്കിലും കൊടുത്തു. ഉടനെ രാജാവ് പറഞ്ഞു, സിസ്റ്ററെ, അന്നൊരു സംഭവം നടന്ന് കിറ്റ് കൊടുക്കുന്ന തിരക്കായോണ്ട് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. സ്വോത്രം. നാളെ കാര്യം ശരിയാക്കാം. മനസ്സിലാകുന്നവർക്കായി. രാവിലെ ഹാമാൻ കൊട്ടാരത്തിലേക്ക് വന്നു. ഹാമാൻ കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ രാജാവ് പറഞ്ഞൊരു കാര്യം, ബുക്കും പേപ്പറും എടുക്കായി. മനസ്സിലാകുന്നവർക്കായി. ഞാനൊരു വ്യക്തിക്ക് കുറെ കാര്യങ്ങൾ എഴുതാൻ പോവാ. ഹാമാൻ വിചാരിച്ചു, ചെവി കടിക്കുന്ന എനിക്കല്ലാതെ വേറെ ആർക്കാ എഴുതുന്നത്? സ്വോത്രം. ആദ്യം പറഞ്ഞു പാറശാല 2 ഫ്ലാറ്റ് എഴുതാൻ. ഹാമാൻ വിചാരിച്ചു കുഞ്ഞുങ്ങൾ വളരുക, 4 ഫ്ലാറ്റ് എഴുതി. സ്വോത്രം. അമ്പൂരിയിൽ 5 ഏക്കർ തോട്ടം എഴുതാൻ. രാജാവിൻ്റെ 10 ഏക്കർ എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം 2 ടൊയോട്ടയുടെ കാർ. ഒന്ന് വിചാരിച്ചു 2 പിള്ളേർക്കും 2, ഞങ്ങൾക്ക് 4. ഇത്ര എഴുതിയപ്പോൾ രാജാവിനോട് ചോദിച്ചു, ഇത് ആർക്കാ? രാജാവ് പറഞ്ഞു, നമ്മുടെ വഴിയരികെ നിന്ന് പരസ്യോഗത്തെ പ്രസംഗിക്കുന്ന മോർദെഖായിക്ക്. അപ്പോൾ അവൻ്റെ പാടാൻ തുടങ്ങി. മനസ്സിലാകുന്നവർക്കായി. ഇന്ന് രാത്രി ആരാധിക്കുന്നവനോട് നീ മറുതലിക്കാൻ പോയാൽ ഇന്ന് രാത്രി കൊട്ടാരത്തിനകത്ത് ദൈവകരം ഇറങ്ങി രേഖയെ മാറ്റി എഴുതുന്നവനാ സ്വർഗത്തിലെ ദൈവം. എന്താ കാര്യം മനസ്സിലാക്കി. പാറശാലയും അതുപോലെ ഊരമ്പിലും എല്ലാം പോസ്റ്റർ ഒട്ടിച്ചു. ആരാ പോസ്റ്റർ ഒട്ടിച്ചത്? സ്വോത്രം. ഹാമാൻ ഇതെല്ലാം കണ്ടിട്ട് വീട്ടിൽ വന്നു. കാര്യം പിടികിട്ടി. ചേച്ചിയോട് കാര്യം പറഞ്ഞു. അന്നേരെ ആൻറ്റി പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞില്ല അച്ചായ, ആ പാവപ്പെട്ട ഉപദേശിയോട്, സ്വോത്രം, നീ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്. അന്ന് ഹാമാൻ ഒരു പാട്ടും പാടി, കണ്ണുനീരെന്ന് മാറുമോ. അഥവാ അവനാ യഹൂദൻ ഇസ്രായേൽ. ഇന്ന് രാത്രി നിങ്ങൾ വചനം മനസ്സിലാക്കണം. കഴിമരം ഉണ്ടാക്കിയത് ആരാ? ഹാമാൻ. പോസ്റ്റർ ഇട്ടത് ആരാ? ഹാമാൻ. പബ്ലിസിറ്റി ചെയ്തത് ആരാ? ഹാമാൻ. എന്നാൽ കഴിമരത്തിനകത്ത് ആര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം വിചാരിക്കും. കരമുയർത്തുന്നവർക്കാ ഇന്ന് രാത്രി ആരാധിക്കുന്നവനെ തകർക്കുക ഒരു കഴിമരത്തിന് കഴിയത്തില്ല. ആരാധിക്കുന്നവനെ തകർക്കുക ഒരു രാജാവിന്റെ കൽപ്പനയ്ക്ക് കഴിയത്തില്ല. ആരാധിക്കുന്നവനെ തകർക്കുക ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. ഹാമാൻ ഉണ്ടാക്കിയ കഴിമരം പോസ്റ്റർ അടിച്ചത് ഹാമാൻ, പക്ഷേ അതിനകത്ത് തൂങ്ങേണ്ടത് മോർദെഖായി. പക്ഷെ ഒരു കാര്യം, ആരാധിക്കുന്നവനെ കഴിമരത്തെ കയറ്റുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി ആരാധിക്കുന്നവൻ തകരുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് രാത്രി പറ, ശത്രു എനിക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. അവന്റെ കൊച്ചുമോന ഇന്നത്തെ ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മനസ്സിലാകുന്നവർക്കായി. അവനെ കൊല്ലാനൊന്നും കഴിയത്തില്ല. റഷ്യ എത്ര പ്രാവശ്യം ഡ്രോൺ അയച്ചു? എല്ലാവരും കേട്ടാട്ടെ. വ്ളാഡിമിർ സെലൻസ്കി ഉക്രൈന്റെ പ്രസിഡന്റ്. അവന്റെ കയ്യിലിരിക്കുന്ന സാറ്റലൈറ്റ് ഫോൺ ഈ യഹൂദന്റെ എലോൺ മസ്കിന്റെയാണ്. നിങ്ങളുടെ 2 എയർടെല്ലും അവൻ കൊണ്ടുപോയി. എയർടെല്ലും എലോൺ മസ്ക് കൊണ്ടുപോയി, റിലയൻസ് ജിയും കൊണ്ടുപോയി. ഇനിയും നമ്മുടെ നെറ്റ് എടുക്കുന്ന കുഞ്ഞുങ്ങൾ മോനെ ഇനി ബൈബൈയും വേണ്ട കൈബൈയും ഒന്നും വേണ്ട. മനസ്സിലാകുന്നവർക്കായി. ഒരു മോഡം മേടിച്ചാൽ മതി. ജിയോടെ മേളിലോട്ടൊരു കയറ്, ലാപ്ടോപ്പിൽ ഒരു വയറ്, ലോകം മുഴുവൻ കാണാം. മനസ്സിലാകുന്നവർക്കായി. ഭിത്തി കുത്തുന്ന ചെകുത്താനും വേണ്ട, വൈഫൈയും വേണ്ട, 4Gയും വേണ്ട, ഒന്നും വേണ്ട. ഇറങ്ങി തമിഴ്നാട്ടിൽ റിലയൻസ്, അതിൻ്റെ പേരാ ഫൈബർ നെറ്റ്വർക്ക്. നിങ്ങളുടെ നെറ്റ്വർക്കാർക്ക് എടുക്കാം. എയർടെൽ
ഒരു ലൈനും വേണ്ട, പാസ്വേഡും വേണ്ട, കോഡും വേണ്ട. ഒരു കൊച്ചു പെട്ടി മേലോട്ട് ആട്ടിൻ്റെ കൊമ്പ് പോലെ ഒരു വയറുമിട്ട് ലാപ്ടോപ്പിൻ്റെ ബാക്കിൽ കൊടുത്ത ലോകം മുഴുവൻ അന്ത്യകാലം നാൻസി, അവൻ്റെ ടെലികോം സ്റ്റാർലിങ്ക്, അവൻ്റെ ഏറ്റവും നിർണായകമായ ടെലിപ്പതിയ ന്യൂറോലിങ്ക്. പ്രസംഗിക്കാൻ സമയമില്ല, എവിടെ വേണേലും പ്രസംഗിക്കാം. അതവൻ്റെ മൊബൈൽ ആരെ ഇരിക്കുന്നത്? ഉക്രൈൻ്റെ പ്രസിഡന്റിനെ ഇരിക്കുന്നത്. റഷ്യ ഒരു ഡ്രോൺ അയക്കും, അപ്പോൾ എലോൺ മസ്കിൻ്റെ സാറ്റലൈറ്റ് പറയും, പിന്നെ ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയോട് പറയും, അയ്യോ ചേട്ടാ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, ദാ വരുന്നു. റഷ്യ വിട്ടിരുന്ന ഡ്രോൺ എവിടെയെങ്കിലും കയ്യാലപ്പുറത്ത് വീഴും, ഉടനെ ഉക്രൈൻ്റെ പ്രസിഡന്റ് ദാ വരും. സെലൻസ്കി റോഡേ കൂടെ ഒരു പാട്ട്, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. എല്ലാവരും കണ്ടാട്ടമ്മാമ. കഴിഞ്ഞ 3.5 വർഷമായി ലോകത്തിലെ 2ാമത്തെ ശക്തി, ഏറ്റവും കൂടുതൽ വിമാനമുള്ളവൻ, ഏറ്റവും കൂടുതൽ ആണവായുധമുള്ളവൻ, ഒരു പീറ യഹൂദന്റെ മുമ്പിൽ കടന്ന് പറയ്ക്കുക, അവനെ കൊല്ലാൻ കഴിയത്തില്ല, അവനാ യഹൂദൻ. അതാ ഞാൻ പറഞ്ഞ്, എത്ര സൗകര്യമുണ്ടായിട്ട് മോർദേക്കായി തൂങ്ങിയില്ല, ഹാമാന തൂങ്ങിയത്. അതുപോലെ ഇന്ന് രാത്രി ഞാൻ പറയോ, യവന്മാര് റഷ്യൻ പ്രസിഡന്റിനെ നോക്കിയിരിക്കാം, എപ്പം മിസൈൽ അടിച്ചെന്ന് നോക്കിയാൽ മതി. സ്വത്രം മനസ്സിലാകുന്നവർക്കായി പ്രസിഡന്റ് പോലും പേടിച്ചു. അങ്ങനെയെങ്കിൽ ഇത് ചെല്ലാൻ പോകുന്നത് ഇസ്രയേലിലേക്ക്. ഈ വിഷയം ഇവിടെ നടക്കുമ്പോൾ, ഇന്ന് രാത്രി നമ്മുടെ അരുമയാണ് സ്ഥിതിക്കൂട്ടം ഇവിടെ നടക്കുമ്പോൾ, ദാ വരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. എവിടെ വന്നു? ഒന്ന് സൗദി അറേബ്യ, കൂടെ എലോൺ മസ്ക്, അതിനുശേഷം AI-യുടെ സാൾട്ട്മാൻ. ഇതെല്ലാം ലോകം ഒരുവന്റെ കയ്യിൽ കൊടുക്കാൻ. അതിനുശേഷം ദുബായിലേക്ക് പോയി, അത് കഴിഞ്ഞ ശേഷം ഖത്തറിലേക്ക് പോയി. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ പ്രശ്നത്തിന് താൽക്കാലികമായ ഒരു സമാധാനം വരും. പക്ഷേ ഈ സമാധാനം മാറും. വായിക്കാം ഇരമ്യ പ്രവചനം 6-ാം അധ്യായം 14. ഇപ്പോഴത്തെ ട്രംപിന്റെ ലോക സന്ദർശനവും അന്തിമ ദിനങ്ങൾ